ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മാങ്ങാ പിക്കിൾ ഉണ്ടാക്കാൻ പോവാണേ. ദിവസത്തോളമായി. ഓക്കെ, എന്ത് മണം തുറന്നപ്പോൾ. ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിള. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും. ആണ് എന്താ, എത്ര നാൾ വേണമെങ്കിലും ഇത് വെളിയിലിരുന്നോളും. പറയുന്ന രീതി സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷമൊന്നുമല്ല, 2 വർഷം 3 വർഷം വരെയൊക്കെ ഇരുന്നോളും. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലേ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നേ, ഒരു 2-2.5 കിലോയ്ക്ക് അടുത്ത്. പക്ഷെ നമുക്ക് പലർക്കും ഉണ്ടായിരുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും കൊടുക്കില്ലേ. അന്നേരം അതൊക്കെ തീർന്നു പോയിട്ടോ. അത് എത്ര നാൾ വേണമെങ്കിലും വെളിയിലില്ല. 2 ആഴ്ച മുമ്പേ ഞാനൊരു എണ്ണമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എത്ര വർഷം വേണമെങ്കിലും അത് വെളിയിരുന്നോളും. ചീത്തയാവുകയോ പോക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ സൂക്ഷിക്കുക, വെള്ളമയം തൊടരുത്. ഇത് ഇടാനുള്ള കുപ്പി തന്നെ 2 ദിവസം മുമ്പേ ഞാൻ കഴുകി എല്ലാം ഉണക്കി എടുത്തുകൊണ്ടിരിക്കുന്നേ. ഈർപ്പം പോലും കാണരുത്. ഈ മാങ്ങ ഞാൻ അരിയെന്ന് കാണിച്ചില്ല, അരിയെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു 5 കിലോ മാങ്ങയുണ്ടേ. ഇത് വലിയ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞ് ഒരു 2 ദിവസം, എനിക്കിവിടെ സിറ്റൗട്ടിനകത്ത് അധികം വെയിൽ കിട്ടത്തില്ല, എന്നാലും ചെറിയ സ്ഥലത്ത് വെച്ചാൽ കുപ്പിയൊക്കെ ഉണക്കിയെടുത്തേ. ഇത് ഞാൻ ടേബിളിൻ്റെ പുറത്ത് ഫാനിൻ്റെ അടിയിലിട്ട് നല്ലൊരു നല്ല തുണിയില്ലേ, അതിനകത്തിട്ട് വിരിച്ച് 2 ദിവസം ഞാൻ ഉണക്കിയെടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളായിരുന്നു. അരിഞ്ഞപ്പോഴും തന്നെ വെള്ളമയമൊക്കെ തുടച്ചിട്ടേ. ഇതിപ്പോൾ അതൊന്നുമില്ല. ഒരു മാങ്ങയുടെ നീരിൻ്റെ അതുപോലും ഇല്ലേ, നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ദിവസം തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ട് ഇതിനകത്തിട്ടിട്ട് റെഡിയാക്കാൻ വെച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിന് വേണ്ടി ഒരു 1/4 കിലോ ചെറിയ ഉള്ളി, ഇത് വെളുത്തുള്ളിയിൽ ചെറുത്, റെഡിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 500 ഗ്രാം കടുക്, പിന്നെ ഒരു 200 ഗ്രാം ഉലുവ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ്. കായം 5 ടേബിൾ സ്പൂണിൽ തോനെയുണ്ട് കായമുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ അടുപ്പ് കത്തിക്കാം. പിന്നെ ഇതിന് വേണ്ടത് നല്ലെണ്ണ. ഞാൻ 2 ലിറ്റർ എണ്ണ, കറക്റ്റ് 2 ലിറ്റർ എണ്ണയുണ്ടേ. നല്ല തിളപ്പിച്ചല്ല, നല്ല ചൂടാക്കി, തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പേ, വരുന്നതിന് തൊട്ട് മുമ്പേ അണക്കണേ. അത് ചൂടാക്കിയിട്ട് ഇപ്പോൾ ഒരു 3-3.5-4 മണിക്കൂറോളമായി. ഇതിപ്പം തണുത്ത്. ചൂടെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്, നല്ല തണുത്തെണ്ണ ആയിരിക്കണം. ചൂടാക്കിയ നല്ല പുകയൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം അണയ്ക്കാവും. അത് ചൂടാക്കിയ എണ്ണയാണ്. ഇപ്പം തണുത്ത് കഴിഞ്ഞ് ഇതുകൊണ്ടിരിക്കട്ടെ. ഇനി ഞാൻ 2 ലിറ്റർ എണ്ണ ഇതിനകത്താണ് എടുത്ത് ഒഴിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് കൊള്ളത്തില്ല. ഇതിനകത്തൊരു 1-1.5 ലിറ്ററേ കൊള്ളത്തുള്ളേ. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ചൂടാക്കാം. സ്റ്റൗ ഓണാക്കി ഇതിനകത്ത് വെള്ളമയം കാണുകയേ ചെയ്യരുത് കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഇതിനകത്തുനിന്ന്, ഇതിന് കണക്കൊന്നുമില്ലേ, ഇതൊന്ന് ചൂടാവട്ടെ. ഈ എണ്ണയിലോട്ട് ഇപ്പോൾ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളിയല്ലേ, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി അങ്ങ് മൊരിഞ്ഞൊന്നും പോകണ്ട, അങ്ങ് ഫ്രൈ ആവൊന്നും പോകണ്ട, ഒന്ന് വാടി കിട്ടണം.
നല്ലതുപോലൊന്ന് വാടണേ. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചിട്ടേ. പച്ചയ്ക്ക് ചേർക്കാം, പക്ഷെ ഒരു വെളുത്തുള്ളിയിൽ ആ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ പിക്കിള് ചീത്തയാവാൻ ചാൻസ് കൂടുതലേ. ഒന്ന് ചൂടായി റെഡിയായിട്ട് വരട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. കാര്യം ഇത് ചൂടാക്കിയിട്ടില്ലെങ്കിലേ നമുക്കിത് ഒഴിക്കാൻ നേരത്തിൻ്റെ ചൂട് വരരുത്. ഇത് നേരത്തെ ചെയ്ത് വെക്കണം. നോക്കിയേ, നമ്മളെ വെളുത്തുള്ളി എല്ലാം നല്ല റെഡിയായി തന്നെ. അങ്ങ് കരിയരുത്, ഒത്തിരി ഇതാവുന്നു ചെയ്ത് ചെറുതായിട്ടൊന്നെ. ഞാൻ സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇതെല്ലാം തണുത്തിട്ടേ മാങ്ങയെ ചേർക്കാവുള്ളേ. ഒന്ന് മാറ്റി വെക്കാം. ഇതൊരു ചെറിയ ഇളം ചൂടുള്ളപ്പം നമുക്ക് കായം ഇട്ട് കൊടുക്കണം. കായത്തിൻ്റെ പൊടിയില്ലേ, ഇപ്പോഴല്ല, ഈ ചൂടൊക്കെ മാറി ഇളം ചൂടിൽ ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. ഇത് തണുത്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്കിനി ഉലുവയൊക്കെ അങ്ങ് വറുത്തെടുക്കാം. നമുക്ക് സ്റ്റവ് ഓണാക്കാം. നമ്മുടെ വെളുത്തുള്ളി ആറി കിട്ടട്ടെ. ഇനി ഇതിലോട്ട് ഈ ഉലുവയില്ലേ, വെള്ളത്തിന് ഇതല്ല, ഇതിന് വെള്ളം മനവൊന്നുമില്ല. ഇത് ഉലുവ ഇട്ട് കൊടുക്കേ. ഇത് ഭയങ്കരമായിട്ടൊന്നും മൂപ്പൊന്നും വേണ്ട. ഒരു ചെറുതായിട്ട് ആ കളറും വ്യത്യാസം വരത്തില്ലേ, അപ്പം അണയ്ക്കാം. ഇതൊന്ന് റെഡിയായി കിട്ടട്ടെ. ഓക്കെ, നമ്മളെ ഉലുവ നല്ല റെഡിയായേ. ഇത്തിരി അങ്ങോട്ട് മൂപ്പിക്കല്ലേ, ഇത്രയും മതി. ഇനി ഇതൊരു ഗ്യാസ് കുറയ്ക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് വെട്ടെ, ആറി കിട്ടട്ടെ. കടായി ഇങ്ങോട്ട് വെക്കാം. നമ്മളെ ഈ കടുകും ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തേച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി കിട്ടട്ടെ. നമ്മൾ വെളുത്തുള്ളി എണ്ണയിൽ അത് തണുക്കാൻ വെച്ചിട്ടുണ്ടേ. അതിനകത്ത് ഇനി കായപ്പൊടി ഇടുന്ന ഇളം ചൂടുള്ളപ്പം. അപ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടായി കിട്ടട്ടെ. ഓക്കെ, നമ്മളെ കടുകും നല്ല റെഡിയായേ. ഒരു മിനിറ്റ് ഒന്ന് ഇട്ടിളക്കിയാൽ മതി. അങ്ങ് ഇതായി പോകരുതേ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതിവിടെ തണുക്കട്ടെ. ഇതെല്ലാം തണുക്കണം, ഒന്നും ചൂടായിട്ട് ഇതിനകത്ത് ചേർക്കരുത്. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളി നല്ല ചൂടൊക്കെ മാറി ഇളം ചൂടേ ഉള്ളൂ. അതിനകത്തോട്ട് ഈ കായം ഒന്നിട്ട് കൊടുക്കേ, കായത്തിൻ്റെ പൊടി. ഈ അടുപ്പിന് ചൂടുണ്ടേ, നമ്മൾ കടുകൊക്കെ വറുത്തില്ലേ. ഇത് നല്ല മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. ഇനി ഇതും തണുത്ത് കിട്ടട്ടെ. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല, ദോശയ്ക്ക് ചപ്പാത്തിക്ക് അത്രയും പറ്റിയൊരു പിക്കിളാണ് ഇങ്ങനെ ഇടുന്ന പിക്കിളെ. ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. നമ്മുടെ ഈ ഉലുവയില്ലേ തണുത്തെ, ഈ ഉലുവ മിക്സിയുടെ ഈ ജാറിലോട്ടിട്ട് നല്ല തരിതരിപ്പായി, പൊടിഞ്ഞു പോകരുതേ, ഒന്ന് കറക്കിയെടുത്താൽ മതി. തരിതരിപ്പായിട്ടിരിക്കണം. ഇത് പൊടിച്ചെടുത്തുണ്ട് കേട്ടോ അങ്ങനെ. ഓക്കെ, നമ്മൾ ഉലുവ നല്ല തരിതരിപ്പായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പറന്ന് വെച്ചിട്ട് നമ്മൾ കടുക് ഇതുപോലെ തന്നെ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കും. നമ്മൾ കടുകും അതുപോലെ തണുത്ത് ഞാനത് രണ്ടായിട്ടിട്ട് പൊടിച്ചെടുക്കും. പൊടിക്കുമല്ല, തരിതരിപ്പൊന്നും ചതയുകയേ ചെയ്യാവുള്ളേ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടല്ലോ, രണ്ടായിട്ടിട്ട് റെഡിയാക്കാം. കണ്ടില്ലേ നമ്മൾ കടുക് പൊടിച്ചത്? ഇതേപോലെ പൊടിയാവുള്ളേ, പൊടിച്ച് പോവുകയോ ചെയ്യല്, ചതയുക. അതുപോലെ ഞാൻ ബാക്കിയും കൂടി ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഉലുവയും പൊടിച്ച് കടുകും പൊടിച്ചില്ല, ചതച്ച് എല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയാൽ മതി മിക്സിയിലിട്ട്. ആണ്ടേ അതുപോലെ ഉലുവയും
ഇനിയിപ്പോൾ അടുപ്പിൻ്റെ പണിയൊന്നുമില്ല. ഇനി നമുക്കെല്ലാം താഴെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് ഇതിനകത്ത് കടുക് പിടിച്ചുകൊണ്ട് വന്നിട്ടില്ലേ, അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉലുവ പൊടിച്ചില്ലേ, അതും ഇട്ട് കൊടുക്കുക. എല്ലാം നോക്കെ തരിതരിപ്പായിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ മുളക് പൊടിയില്ലേ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണേ. നിങ്ങൾക്ക് എരിക്കനുസരിച്ച് ഏത് മുളക് പൊടി ഇടേ. ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് സാധാരണ കൈകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ മുളകും ഉപ്പ് ഇനിയും വേണ്ടി വരും. ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. അതിൻ്റെ ആ മേളത്തെ നിറം അങ്ങനെ വന്നിരിക്കുന്നതാണ്. നല്ല ദശകട്ടിയുള്ള മാങ്ങയേ. അങ്ങനെയുള്ള മാങ്ങയെ ഇതിനിടാവുള്ളേ. ഇങ്ങനെ പിക്കുണ്ടാക്കുമ്പോൾ നല്ല ദശകട്ടിയുള്ള മാങ്ങയായിരിക്കണം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കേ. കാര്യം 5 കിലോ മാങ്ങയില്ലേ ഇത്. ഇതിൻ്റെ കൂടും ഇതിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം ഉള്ള തൂക്കം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 കിലോ മാങ്ങയാണ് മേടിച്ചത്. ഏകദേശമല്ല, 6 കിലോ മാങ്ങ മേടിച്ചിട്ട് ബാക്കി അതിൻ്റെ കൂടൊക്കെ പോയതിന് ശേഷം. ഇതിന് വലിയ കൂടൊന്നുമില്ലേ, അകത്തെ കൂടില്ലേ, വലിയ കട്ടിയുള്ള ഇതല്ല. വെയിറ്റ് അത്രയ്ക്ക് വരാനില്ല. ഏകദേശം എല്ലാം കൂടെ 1 കിലോ പോയി കാണും. ഇനി ഇതിലോട്ട് നമ്മളിപ്പം റെഡിയാക്കി വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളി കായമില്ലേ എണ്ണയിൽ, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൈക്ക് പോലും നനവ് കാണില്ലേ. ഇത് കുഞ്ഞു വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് അതേപോലെ കിട്ടുന്നാൽ മതി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1-2 മുറിച്ചിട്ട് കൊടുക്കണേ, നല്ല വലുതാണെങ്കിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം 2 ലിറ്റർ എണ്ണയാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നോക്കാം. ഇനി ഇതിലോട്ട് ഈ എണ്ണയില്ലേ, ഇതൊഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ.
ഓക്കെ, എന്തോ മണമെന്ന് നല്ലൊരു മണം. ഇത് നല്ല മിക്സ് ആക്കണേ. എണ്ണ ഇത് പോരാ, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാനിത് 2 ദിവസം കഴിഞ്ഞേ കാണിക്കും, 3 തന്നെ കാണിക്കത്തുള്ളേ. ഞാനൊരു കുപ്പിയിലിട്ട് റെഡിയാക്കി വെക്കും. ഇതിരുന്ന് എണ്ണ നമ്മളെ മേളിൽ തെളിഞ്ഞ് വരും. തെളിഞ്ഞ് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ചൂടാക്കിയ പുകച്ച എണ്ണ തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കണേ. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കേ, മൊത്തം വേണ്ട. കാര്യം വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് ഇത് കുപ്പിയിലൊഴിച്ച് വെക്കാം. ഇത്രയും മതിയേ. ഏകദേശം ഒരു 1/2 ലിറ്റർ എണ്ണയ്ക്കകത്ത്, 1/2 ലിറ്ററിൽ തോനെയുണ്ടേ എണ്ണയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇതോട്ടിരിക്കട്ടെ. നല്ലെണ്ണ മേടിക്കുന്നത് നല്ല നല്ലെണ്ണയായിരിക്കണേ. നല്ലെണ്ണയ്ക്ക് നല്ല മണമാണ്. ഞാൻ ഇനി ഇതൊരു എൻ്റെ കുപ്പിയിലിട്ട് വെക്കേ, കുപ്പിയുടെ ജാറിലോട്ടിട്ട് വെക്കാം. എല്ലാം നല്ല മിക്സാവണം. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് നല്ല മിക്സായി വരണം. മതിയേ. ഞാൻ കുപ്പിയിലിട്ട് വെക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ ഈ മാങ്ങ നമ്മൾ ഉണക്കി എടുക്കത്തില്ലേ, വെയിലുള്ളവർക്ക്. ഇപ്പം എനിക്ക് ഇവിടെ വെയിലൊന്നുമില്ല, സിറ്റ് ഔട്ടിലൊന്നും അധികം വെയിൽ കിട്ടില്ല. അപ്പം വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം മതി, നല്ലൊരു വെയിൽ കൊണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ ഈ ഇടുന്ന പാത്രം നല്ല ചൂടാക്കണം. ചൂടാക്കി തണുത്ത പാത്രത്തിലായിരിക്കണേ. അടുപ്പിൽ വെച്ച് പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് പാത്രം തണുത്തിട്ടേ ഈ മാങ്ങ ഇതിനകത്തോട്ട് ഇടാവുള്ളൂ. അതുപോലെ ഈ കുപ്പി നമുക്കിത് കുപ്പിയിലോട്ടിട്ട് വെക്കാം. എണ്ണ ഇനി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കും. ഒരു 2 ദിവസം കഴിഞ്ഞ് 3ൻ്റെ അന്ന് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ, എന്നിട്ടേ ബാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നു. എണ്ണ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നോക്കുന്ന സമയത്ത് 3ൻ്റെ അന്ന് നോക്കുമ്പം ഈ എണ്ണ മേളി തെളിഞ്ഞ് വന്ന് നിൽക്കും. അപ്പം ഇത് നല്ലപോലെ നിറച്ചിട്ട് വെക്കട്ടെ. നോക്കിയേ ആപ്പിക്കിള് ഇതിപ്പം 5 ലിറ്ററിൻ്റെ കുപ്പിയായേ. ഇതിനകത്ത് ഇതിപ്പോൾ ഇത്രയും കൊണ്ടു. ഇനി ഞാൻ കുറച്ച് സ്ഥലം ഇട്ടേക്കും, കാര്യം ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരെ. ഇത്രയും നിറയ്ക്കുന്നില്ല. ഇനി ബാക്കി വേറൊരു ബോട്ടിലും കൂടെ നിറയ്ക്കാനുണ്ട്. ഒരു 2 കിലോയ്ക്ക് അടുത്തുണ്ട്. ഇത് എല്ലാം പൊടിയൊക്കെ ഇല്ലേ, 2 കിലോയ്ക്ക് അടുത്തുണ്ട്. അന്നേരം ഇതുപോലെ തന്നെ വേറൊരു കുപ്പിയുണ്ടേ, അതിനകത്തിട്ട് വെക്കാം. അപ്പോൾ ഇത് ഇനി ഒരു 3 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3ൻ്റെ അന്ന് ഞാനിത് കാണിക്കാം. തുടച്ചിട്ട് ഇനി തുറക്കേ ചെയ്യില്ല, അതിന് മുമ്പേ 3ൻ്റെ അന്നേ തുറക്കാവുള്ളൂ. നല്ല കവർ ചെയ്ത് എപ്പോഴും പിക്കിൾ വെക്കുന്ന ഗ്ലാസ്സിലോ ഭരണിയിലോ ഒക്കെ ആവുള്ളേ.
പിന്നെ എടുക്കുന്നേയും അറിയാമല്ലോ, അങ്ങനെ എടുത്ത് ആവശ്യത്തിന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് വെക്കുക. പിന്നെ നനവ് തൊടാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എത്ര വർഷം വേണമെങ്കിലും ഈ പിക്കിളിരുന്നോളേ. അപ്പോൾ ഇനി ഇത് മൂന്നിൻ്റെ ഞാൻ കാണിക്കാം. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. അങ്ങനെ ഞാൻ 3 ദിവസം ഒന്ന് കഴിഞ്ഞേ പിക്കിളിട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് കാണിക്കേ. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഇന്ന് എടുത്തുപയോഗിച്ച് ഉച്ചയ്ക്ക് ഞാൻ ഇതിൽ നിന്ന് എടുത്തേ. ഇപ്പം 3.5 ദിവസത്തോളമായി. ഓക്കെ, എന്ത് മണം തുറന്നപ്പോൾ. അടിപൊളി ഒരു പിക്കിളാണ്. ഓക്കെ, ഇതാ ഞാൻ ഇത് ഇളക്കാൻ. ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിയാൽ എണ്ണ മേളിൽ തെളിച്ച് വന്നോളും. നല്ല ടേസ്റ്റായി. ഇപ്പം നല്ല വഴുക്കൽ പോലെ അലുവ പീസ് പോലെ ആയിട്ടുണ്ടേ. നല്ല രസമുള്ളൊരു പിക്കിളാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഓക്കെ, നല്ല മണമാണ് ഇതിന്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും ഞാൻ എന്ത് പറഞ്ഞില്ലേ, ഒരു എണ്ണ ബാക്കി എടുത്തിട്ട് ബാക്കി ഒരു 1/2 ലിറ്റർ എണ്ണയോളം ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇരിപ്പോട്ടെ, ഞാൻ ഒഴിക്കുന്നില്ല. കാര്യം ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള എണ്ണ ആയിക്കഴിഞ്ഞ്. ഇനി പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ഈ തവികൾ അതുപോലെ തന്നെ എടുക്കുന്ന സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തെ ആവശ്യത്തിനനുസരിച്ച് ഒരാഴ്ചത്തേക്കൊക്കെ ആയിട്ടെടുത്ത് ഒരു ചെറിയ ജാറിലിട്ട് വെക്കുക. അപ്പോൾ നമുക്കിതിൽ നിന്ന് എപ്പോഴും പോയി ഡയറക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഇനി എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പം ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വന്നോളും. ഇനി ഇതായി നോക്കേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ 5 കിലോ മാങ്ങയ്ക്ക ഉപ്പിലിട്ടേക്കുന്നതെന്ന്, പിക്കിളിട്ടത്. അതുകൊണ്ട് ഒരുപാടുണ്ട്. ഇത് 5 ലിറ്ററാണ് ഈ കുപ്പി. ഇത് 3. പിന്നെ മുളകും മുളക് പൊടിയും എണ്ണയും ഒക്കെ ഇല്ലേ, അന്നേരം ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണ്. എന്താ, എത്ര നാൾ വേണമെങ്കിലും ഇത് വെളിയിലിരുന്നോളും. പറയുന്ന രീതി സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷമൊന്നുമല്ല, 2 വർഷം 3 വർഷം വരെയൊക്കെ ഇരുന്നോളും. പിന്നെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് തീരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കുറേ നാളത്തേക്കുണ്ട്. കണ്ടില്ലേ? അപ്പം പിക്കിള് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.